ഇന്നലെ നടന്ന +2 ബോട്ടണി പരീക്ഷയിലെ ചോദ്യങ്ങൾ ഗൈഡുകളിൽ നിന്നും പകർത്തിയതാണെന്ന് പരാതി. 20 ചോദ്യങ്ങൾ 8 ചോദ്യങ്ങളും CBSE ഗൈഡുകളിൽ നിന്നും പകർത്തിയതാണെന്നാണ് പരാതി. ചോദ്യകർത്താവിനെതിരെ നടപടി വേണമെന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആവശ്യപ്പെടുന്നു. വിഷയത്തിൽ ജനതാദൾ ജോൺ വിഭാഗം നേതാക്കൾ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തി. മുഹമ്മദ് അസ്ലമുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അസ്ലം, ആരൊക്കെയായിരുന്നു ഈ നിർമ്മിക്കുന്ന ബോർഡിൽ ഉണ്ടായിരുന്നത്? ഏത് ഗൈഡിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ പകർത്തിയത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആരതി, ഇന്നലെ നടന്ന +2 ബയോളജിയിൽ ബോട്ടണി സുവോളജി ഉണ്ടായിരുന്നു. ബോട്ടണിയുടെ ചോദ്യപേപ്പറുകൾ വിദ്യാർത്ഥികളെ വലിയ തോതിൽ കറക്കിയിരുന്നു. NCERT സിലബസ് അനുസരിച്ചാണ് +2 കേരള സിലബസിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്നതും ഇതുവരെ പരീക്ഷ എഴുതിയിരുന്നു. അതേസമയം തന്നെ പരീക്ഷ ചോദ്യങ്ങൾ കൂടുതലും CBSE പാറ്റേണിലുള്ളതായിരുന്നു. ഇത് വിദ്യാർത്ഥികളെ വലിയ തോതിൽ കുഴപ്പിച്ചു. അധ്യാപകരും അത് പരിശോധിച്ചപ്പോഴാണ് ഇതിൽ CBSE പാറ്റേണിലാണ് ചോദ്യങ്ങൾ വന്നതെന്ന് മനസ്സിലായി. കൂടുതൽ പരിശോധിച്ചപ്പോൾ CBSE ടെക്സ്റ്റിന് വേണ്ടിയിട്ടുള്ള ചില ഒരു ഗൈഡുകളിൽ നിന്ന് അതേപടി ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതായി കണ്ട് ടുഗദർ വിത്ത് CBSE എന്ന് പറയുന്ന ഒരു ഗൈഡിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങളും ആവർത്തിച്ചത്. ചോദ്യങ്ങളുടെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ 1, 2, 4, 5, 9, 10, 12, 13, 19 എന്നീ ചോദ്യങ്ങൾ, ആകെ 20 ചോദ്യങ്ങളുള്ളത്. അതിൽ 8 ചോദ്യങ്ങളും വിവിധ ഗൈഡുകളിൽ നിന്ന് പകർത്തിയാണ്. ടുഗദറിൽ CBSE എന്നാണ് ഏറ്റവും കൂടുതൽ പകർത്തിയത്. ചില എൻട്രൻസ് പരീക്ഷ നടത്തുന്ന സ്ഥാപനങ്ങളുടെ ചില ഗൈഡുകളിൽ നിന്നും അതേപടി ചോദ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. മാത്രമല്ല, സാധാരണഗതിയിൽ അതിന്റെ ഡയഗ്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പകർത്താറില്ല. അതും ഈ ഗൈഡുകളിൽ നിന്ന് അതേ ഡയഗ്രം അപ്പാടെ പകർത്തി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇത് ഈ ചോദ്യ പേപ്പർ ഉണ്ടാക്കിയ അവരുടെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ഈ ബോട്ടണി അസോസിയേഷൻ അധ്യാപകരൊക്കെ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകരെതിരെ, അതായത് ചോദ്യ പേപ്പർ ഉണ്ടാക്കിയ അധ്യാപകരെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബോട്ടണി അസോസിയേഷനും അതോടൊപ്പം ഗുരുതര വീഴ്ച തന്നെയാണ്. ഈ ചോദ്യ പേപ്പർ ഉണ്ടാക്കിയത് ഒരു അധ്യാപകൻ മാത്രമാണോ, അല്ലെങ്കിൽ കൂടുതൽ പേർ ചോദ്യകർത്താവായി ഉണ്ടായിരുന്നോ? വിദ്യാഭ്യാസ വകുപ്പ് ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന ചില അത്തരം കാര്യങ്ങളൊക്കെ രഹസ്യമായിരിക്കും വയ്ക്കുക. ഒന്നിലധികം അധ്യാപകരുണ്ടാവും. അവരുടെ ചോദ്യങ്ങളിൽ നിന്നായിരിക്കും ഇക്കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. അതുകൊണ്ട് ഏതൊക്കെ അധ്യാപകരാണെന്ന കാര്യം നമുക്കും അറിയില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ വളരെ ഉന്നതമായ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അക്കാര്യം അറിയുകയുള്ളൂ. ഏതായാലും ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ രക്ഷകർത്താക്കളും അധ്യാപകരും ഉന്നയിക്കുന്ന ഒരു കാര്യം, ഈ ചോദ്യകർത്താവിനെതിരെ കൃത്യമായ നടപടി വേണം. അതായത് ചോദ്യങ്ങൾ സിലബസ് അനുസരിച്ച് ചോദിക്കാതിനപ്പുറത്തേക്ക് ചില ഗൈഡുകളെയും മറ്റും ചില കോച്ചിങ് സെന്ററുകളുടെ ഗൈഡുകളെയും അടിസ്ഥാനമാക്കി ചെയ്തതിലൂടെ അവർക്ക് വേണ്ടി ഒത്താശ ചെയ്യുകയാണ്, അതിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒത്താശ ചെയ്യുകയാണെന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്നാലും പ്രതിഷേധമുണ്ടായി. ഇന്ന് കോഴിക്കോടാണെങ്കിൽ നാഷണൽ ജനതാദൾ യുവജന വിഭാഗം കോഴിക്കോട് റീജിയണൽ ഡയറക്ടർ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തി. പോലീസ് അവരെ തടഞ്ഞു. പിന്നീട് അവർ റീജിയണൽ ഡയറക്ടറെ കണ്ട് ഇക്കാര്യങ്ങൾ പ്രതിഷേധം അറിയിച്ചു. എന്തായാലും എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഹയർ സെക്കൻഡറി ഡയറക്ടർ ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഇക്കാര്യം ഹയർ സെക്കൻഡറി ഡയറക്ടർ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറഞ്ഞാണ് അവർ പിരിഞ്ഞു പോയത്. എന്തായാലും വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നു. ഇന്നലെയാണെങ്കിൽ 9ാം ക്ലാസിന്റെ തൊഴിൽ ഉദ്ഗതിതമെന്ന് പറയുന്ന ചോദ്യപേപ്പറിൽ ഒരു പാർട്ടിന്റെ ചോദ്യം കൊടുക്കാത്തത് വലിയ തോതിൽ വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് +2 ബയോളജി പരീക്ഷയിൽ ബോട്ടണിയുടെ പരീക്ഷ ചോദ്യപേപ്പർ ഏറെക്കുറെ ചില ഗൈഡിൽ നിന്ന് പകർത്തിയാണെന്നുള്ള ആരോപണം വരുന്നത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പിനെതിരെ തുടർച്ചയായി ചില ആരോപണങ്ങൾ വരുന്നു. വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുകയും ചെയ്യുന്നുണ്ട്.